ബർമൂഡ ട്രയാങ്കിൾ, ചെകുത്താന്റെ കോട്ട, ജിന്നുകളുടെ സങ്കേതം. ശാസ്ത്രത്തിന് പോലും ഉത്തരം കിട്ടാത്ത ഒരേ ഒരു ചോദ്യം, ഇന്നും ചുരുളഴിയാത്ത രഹസ്യം, നിഗൂഢതകൾ മറഞ്ഞിരിക്കുന്ന സ്ഥലം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വെറും 5 ലക്ഷം കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ഭാഗം. ക്യാപിറ്റൽ ഓഫ് സിറ്റി അമേരിക്ക. അമേരിക്കയിലെ മിയാമിയിൽ നിന്നും വെറും 980 കിലോമീറ്റർ വഴിദൂരമുള്ള ഒരു പ്രദേശം. ചന്ദ്രനിൽ പോയി ഗവേഷണം നടത്തുന്ന അമേരിക്ക മുട്ടുകുത്തിയ സ്ഥലം ബർമൂഡ ട്രയാങ്കിൾ. സത്യത്തിൽ എന്താണ് ബർമൂഡ ട്രയാങ്കിൾ? വർഷം 1945. അമേരിക്കൻ നാവികസേനയുടെ 5 യുദ്ധവിമാനങ്ങൾ ഫ്ലോറിഡയിൽ നിന്നും അമേരിക്കയുടെ കിഴക്ക് ദിക്കിലേക്ക് യാത്ര തിരിക്കുന്നു. പെട്ടെന്ന് വിമാനത്തിൽ നിന്ന് അമേരിക്കയുടെ നേവൽ ബേസിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. ഞങ്ങളുടെ വടക്ക് നോക്കി യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ആ 5 വിമാനത്തിൽ നിന്നും വന്ന അവസാനത്തെ മെസ്സേജ് അതായിരുന്നു. നേവൽ ബേസിലുള്ള റഡാറിൽ നിന്നും 5 വിമാനവും അപ്രത്യക്ഷമായിരിക്കുന്നു. ഉടനെ തന്നെ അമേരിക്ക 14 പേർ അടങ്ങുന്ന റെസ്ക്യൂ ടീമിനെ അയച്ചു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, തിരഞ്ഞുപോയ റെസ്ക്യൂ ടീമും കാണാതായിരിക്കുന്നു. അതിനുശേഷമാണ് ബർമൂഡ ട്രയാങ്കിൾ എന്ന പേര് വീണത്. ബർമൂഡ, പ്യൂട്ടോറിക്കോ, ഫ്ലോറിഡോ, ഈ 3 സ്ഥലവും ടച്ച് ചെയ്യുന്ന ഒരു ത്രികോണാകൃതിയിലുള്ള കടൽ പ്രദേശം, അതാണ് ബർമൂഡ ട്രയാങ്കിൾ. ബർമൂഡ ട്രയാങ്കിൾ വിഴുങ്ങിയിട്ടുള്ളത് 78 യുദ്ധവിമാനങ്ങളും 100-ലധികം ഭീമൻ കപ്പലുകളെയുമാണ്. 1500-ലേറെ മനുഷ്യർ കാണാതായിട്ടുണ്ട്. വെറും 5 ലക്ഷം കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള കടലിൽ നിന്നും അതിന്റെ ഒന്നിന്റെയും അവശിഷ്ടങ്ങൾ പോലും കിട്ടിയില്ല എന്നതാണ് മനുഷ്യരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നത്. ആകാശത്തിലൂടെ പോകുന്ന വിമാനങ്ങളെ വരെ വലിച്ചു താഴെയിടുന്ന അമാനുഷിക ശക്തികൾ. മനുഷ്യന്റെ ബുദ്ധിക്കും ശക്തിക്കും കാഴ്ചയ്ക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത പവർ. ബർമൂഡ ട്രയാങ്കിളിനെ കുറിച്ച് ഒരുപാട് തിയറികളുണ്ട്. അതിലൊന്ന്, ആ പ്രദേശത്തെ മീഥേൻ ഗ്യാസിന്റെ അളവ് കൂടുതലുള്ളത് കൊണ്ടാണ് വിമാനങ്ങളും കപ്പലുകളും കത്തിക്കരിഞ്ഞ് പോകുന്നത് എന്ന്. ചിലർ അവകാശപ്പെടുന്നത് ഏലിയൻസിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ്. മറ്റു ചിലർ വന്യജീവികളുടെ കേന്ദ്രമാണെന്ന് വരെ അവകാശപ്പെടുന്നുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ബർമൂഡ ട്രയാങ്കിളിനെ കുറിച്ച് ആദ്യമായി മാനവരാശിക്ക് തന്റെ യാത്രാനുഭവത്തിലൂടെ വിവരം പങ്കുവച്ചത്. അമേരിക്കൻ തീരത്തിന് സമീപമുള്ള ബഹാമസ് ദ്വീപിലെത്തിയ കൊളംബസ് തന്റെ വടക്ക് നോക്കി യന്ത്രത്തിന്റെ ചലനം നിന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹിരാകാശത്തിൽ നിന്നും ഒരു അഗ്നിഗോളം ബർമൂഡ ട്രയാങ്കിളിലേക്ക് വന്ന് പതിക്കുന്നതായി കൊളംബസ് കണ്ടിട്ടുണ്ടായിരുന്നു. 1935 ലാ ലഹാമ എന്ന ഒരു പ്രേതക്കപ്പൽ കണ്ടെത്തി. രാത്രി സമയങ്ങളിൽ ആളില്ലാതെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ആ കപ്പൽ കാണാൻ രാക്ഷസ രൂപങ്ങൾ പോലെയായിരുന്നു. ബോട്ടിൽ കൂട്ടിമുട്ടി പല അപകടങ്ങളും സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കടലിന്റെ അടിത്തട്ടിലേക്ക് എത്തിയ ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ വരെ റെസ്ക്യൂ ടീമിനെ കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ ഇത്രയധികം മനുഷ്യരുടെ തിരോധാനത്തിന് ചുരുളഴിയാതെ ബർമൂഡ ട്രയാങ്കിൾ ഇന്നും അതുപോലെ തന്നെ തുടരുന്നു എന്ന് അനീക് അബ്ദലി.